ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇരമ്യാവ് 17:9 വചനം ഇങ്ങനെ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്. അപ്പം ഇവിടെ വചനം പറയുവാണ്, ഹൃദയം, നമ്മുടെ എല്ലാം മനസ്സ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ വിഷമവുമുള്ളതാണ്, കപടമുള്ളതാണ്. നമ്മൾ മനുഷ്യരായിരിക്കും, നമ്മുടെ മനസ്സിലെല്ലാം ചില കപടതകളുണ്ട്. എന്നാൽ അത് ആരാഞ്ഞറിയുന്നവൻ ആരെന്നാ ചോദിക്കുന്നത്. നമുക്കിപ്പം മനുഷ്യർ നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കുമ്പോൾ നമുക്കത് ആരാഞ്ഞറിയാൻ കഴിയുന്നില്ല. ഇവരുടെ ഉള്ളിൽ കപടത വെച്ചോണ്ടാണോ നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്നത്? ഇവർ കാണിക്കുന്നതെല്ലാം സത്യമാണോ കപടതയാണോ എന്ന് മനുഷ്യരായ നമുക്ക് ഒരാളുടെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ വചനം പറയുവാണ്, കർത്താവ് യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പം ദൈവത്തിന് ഒരാളുടെ ഹൃദയത്തെയും അന്തരംഗങ്ങളെയൊക്കെ ശോധന ചെയ്യാൻ കഴിയും. എന്താ ചിന്തിക്കുന്നത്? പുറത്ത് നമുക്ക് ഒത്തിരി നല്ല ഭക്തനായിട്ട് അഭിനയിക്കാൻ കഴിയും, നല്ല വ്യക്തിയായിട്ട് പെരുമാറാൻ കഴിയും. പക്ഷെ അകം മുഴുവൻ കപടതയും കവർച്ചയും പാപങ്ങളും നിറഞ്ഞതാണെങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ പുറമെ നമുക്ക് അഭിനയിക്കാൻ കഴിയും, മനുഷ്യർക്കാർക്ക് നമ്മളെ കണ്ടുപിടിക്കാനും കഴിയില്ല. നമുക്കിങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കാം നല്ലൊരു ഭക്തിയുള്ള വ്യക്തിയായിട്ട്. എന്നാൽ അകം മുഴുവൻ പാപം നിറഞ്ഞൊരു വ്യക്തിയായിട്ട് നമുക്ക് അഭിനയിക്കാം. അപ്പം മറ്റുള്ളവരൊക്കെ വിചാരിക്കും, ഇതൊരു ഭക്തനായ വ്യക്തിയാണല്ലോ, നല്ല ഒരു മനുഷ്യനാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളു മുഴുവൻ കപടത നിറഞ്ഞിരിക്കുവാണെങ്കിൽ ദൈവത്തിന് അത് അറിയാൻ കഴിയും. ദൈവം വ്യക്തമായിട്ട് നമ്മളോട് പറയുവാണ്, ഓരോരുത്തന്റെ നടപ്പിന് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം. നമ്മൾ ദൈവത്തെ കബളിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. മനുഷ്യരെ നമുക്ക് കബളിപ്പിക്കാം, മനുഷ്യരെ പറ്റിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും, നമ്മൾ നല്ലതായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ദൈവത്തെ കബളിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആലോചനകള്, നമ്മുടെ ചിന്തകള്, വിചാരങ്ങളൊക്കെ, നിലവുകളെല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടേതായ പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം തരും. അതുകൊണ്ട് ഹൃദയത്തിൽ കപടത വെച്ചുകൊണ്ട് പുറത്ത് അഭിനയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് തക്കതായ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ, ഹൃദയത്തിൽ നല്ലത് ചിന്തിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്താൽ നല്ല പ്രതിഫലം ലഭിക്കും. എന്നാൽ പുറത്ത് അഭിനയിച്ചുകൊണ്ട് അകം മുഴുവൻ കവർച്ചയും ദുഷ്ടതയുമാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം നാം പ്രാപിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും ഭയത്തോടെ ഇരിക്കണം. ദൈവം നമ്മെ കാണുന്നു. അകമേയും പുറമേയും ശുദ്ധിയുള്ളതായി തീരട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.